കഴിഞ്ഞ കുറെ നാളുകളായി പുറത്തു വരുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇപ്പോൾ അതിന് സ്ഥിരീകരണമായിരിക്കുന്നു. അമേരിക്കയുമായുള്ള ചങ്ങാത്തമിടാൻ പല ഗൾഫ് രാജ്യങ്ങളും തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സൗദി അറേബ്യ, ഖത്തർ, UAE, കുവൈറ്റ്, ബഹ്റിൻ എന്നീ രാജ്യങ്ങൾ ഇപ്പോൾ ഒരു ഐക്യത്തിന്റെ പാതയിലാണ്. അതിനുമായി അനവധി ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. US-ഉമായിട്ടുള്ള ആ ഒരു സഖ്യം പൊടുന്നനെ ഉപേക്ഷിക്കാതെ പതുക്കെ അവരിൽ നിന്നും അകലുകയാണ്. ട്രംപ് തുടങ്ങി വെച്ചതിന് വലിയ വില നൽകേണ്ടി വന്നത് ഗൾഫ് രാഷ്ട്രങ്ങളാണ് എന്നാണ് ഈ ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം ഇപ്പോൾ കരുതുന്നത്. സൗദി അറേബ്യയെ സംബന്ധിച്ച് സൗദി അറേബ്യ ഇപ്പോൾ ഹൂത്തികളുടെയും ഒപ്പം തന്നെ ഇറാഖിൽ നിന്നുള്ള ഇറാന്റെ മിലീഷ്യകളുടെയും ആക്രമണം നേരിടുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് അവർക്കൊരു പുനർചിന്തനം ഉണ്ടായിരിക്കുന്നത്. മുസ്ലിം നാറ്റോ രൂപീകരിച്ചത് തന്നെ അമേരിക്കയ്ക്കുള്ളൊരു മുന്നറിയിപ്പായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതിന് തന്നെ ആയിരുന്നു എന്ന് ഗൾഫ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ ഈജിപ്റ്റ് ഇപ്പോൾ ഈ അറബ് നാറ്റോയിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ അതിന്റെ പങ്കാളിയാകാനുള്ള ഒരു നീക്കത്തിൽ കൂടിയാണ്. ഏതായാലും ഇപ്പോൾ അറബ് ഗൾഫ് സ്റ്റേറ്റ് ഇൻ ഡ്യൂട്ടി ഫെലോ ജേക്കബ് പറയുന്നത് തൽക്കാലം അമേരിക്കയാണ് ഇപ്പോൾ ഇവർക്ക് ആയുധങ്ങളും മറ്റും നൽകുന്നത്. അതിന്റെ പ്രത്യുപകാരമായിട്ട് പല ഗൾഫ് രാജ്യങ്ങളും അവർക്ക് താവളങ്ങളും നൽകാറുണ്ട്. ഇനി അത് ഘട്ടം ഘട്ടമായി കുറയ്ക്കും. നിലവിലത്തെ സാഹചര്യത്തിൽ ഇറാൻ ഇപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നു. അതിനിടയിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഗൾഫ് മേഖലയിൽ വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് തന്നെയാണ്. ചെങ്കടൽ വഴിയുള്ള സൗദിയുടെ എണ്ണ നീക്കങ്ങൾക്ക് പോലും തടയിട്ടുകൊണ്ട് ഹൂത്തികൾ ആക്രമണം നടത്തുന്നു. അതായത് സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലേക്ക് തങ്ങളെ തള്ളിവിടുകയായിരുന്നു യുദ്ധമെന്ന് പതുക്കെ ഗൾഫ് രാജ്യങ്ങളും തിരിച്ചറിയുന്നു. അവർ അമേരിക്കയിൽ നിന്നും അകലം പാലിക്കാൻ ശ്രമിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.